PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 7 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCRT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, പുതിയ എക്സാമുകളിലെല്ലാം ഇത്തരത്തിലുള്ള പോയിന്റുകൾ, തൊഴിൽ വാർത്ത, PSC ബുള്ളറ്റിൻ, തൊഴിൽ വീതി തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട ടോപ്പിക്കുകളാണ് ഇത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നതിലൂടെ ഈ വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവർ അതിസമ്പന്നരായ കച്ചവട മുതലാളിമാരായി മാറി. ഇങ്ങനെയുണ്ടായ സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് എങ്ങനെ? കച്ചവട മുതലാളിത്തം. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നതിലൂടെ ഈ വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവർ അതിസമ്പന്നരായ കച്ചവട മുതലാളിമാരായി മാറി. ഇങ്ങനെയുണ്ടായ സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് എങ്ങനെ? കച്ചവട മുതലാളിത്തം. കോളനിവൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് ഇംഗ്ലണ്ടിൽ വ്യവസായശാലകൾ ആരംഭിക്കുകയും ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായശാലകളുടെ ഉടമസ്ഥരായി വൻതോതിൽ ലാഭം നേടുകയും ചെയ്തതിലൂടെയുണ്ടായ സമ്പദ് വ്യവസ്ഥ എങ്ങനെ അറിയപ്പെടുന്നു? വ്യവസായിക മുതലാളിത്തം. കോളനിവൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് ഇംഗ്ലണ്ടിൽ വ്യവസായശാലകൾ ആരംഭിക്കുകയും ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായശാലകളുടെ ഉടമസ്ഥരായി വൻതോതിൽ ലാഭം നേടുകയും ചെയ്തതിലൂടെ ഉണ്ടായ സമ്പദ് വ്യവസ്ഥ എങ്ങനെ അറിയപ്പെടുന്നു? വ്യവസായിക മുതലാളിത്തം. ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ യുദ്ധത്തിൻ്റെ അഗ്നിക്ക് വഴി മാറുന്ന വേളയിൽ ചാലിനപ്പുറത്ത്, അതായത് ഇംഗ്ലീഷ് ചാനൽ, പകൽ സൂര്യനെ തടഞ്ഞുകൊണ്ടും രാത്രി ആകാശത്തെ ഭാസുരമാക്കിക്കൊണ്ടും ഇംഗ്ലണ്ടിലെ ഫാക്ടറികളിലെ ചിമ്മിനികളിൽ നിന്ന് തീയും പുകയും ഉയർന്നു തുടങ്ങി. ചരിത്രഗതിയെ മാറ്റിയ ഏത് മുന്നേറ്റത്തെയാണ് ഈ പ്രസ്താവന കുറിക്കുന്നത്? വ്യവസായിക വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ യുദ്ധത്തിൻ്റെ അഗ്നിക്ക് വഴിമാറുന്ന വേളയിൽ ചാലിനപ്പുറത്ത്, പകൽ സൂര്യനെ തടഞ്ഞുകൊണ്ടും രാത്രി ആകാശത്തെ ഭാസുരമാക്കിക്കൊണ്ടും ഇംഗ്ലണ്ടിലെ ഫാക്ടറികളിലെ ചിമ്മിനികളിൽ നിന്ന് തീയും പുകയും ഉയർന്നു തുടങ്ങി. ചരിത്രഗതിയെ മാറ്റിയ ഏത് മുന്നേറ്റത്തെയാണ് ഈ പ്രസ്താവന കുറിക്കുന്നത്? വ്യവസായിക മുന്നേറ്റം. ഇംഗ്ലണ്ടിൽ ഉൽപ്പാദന മേഖലയിലേക്ക് യന്ത്രങ്ങളുടെ കടന്നുവരവിനെ തുടർന്ന് 1780-നും 1850-നും ഇടയിൽ ഉൽപ്പാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? വ്യവസായിക വിപ്ലവം. ഇംഗ്ലണ്ടിൽ ഉൽപ്പാദന മേഖലയിലേക്ക് യന്ത്രങ്ങളുടെ കടന്നുവരവിനെ തുടർന്ന് 1780-നും 1850-നും ഇടയിൽ ഉൽപ്പാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? വ്യവസായിക വിപ്ലവം. വ്യവസായിക വിപ്ലവത്തിൻ്റെ ആരംഭം ഏത് മേഖലയിലായിരുന്നു? തുണി ഉൽപ്പാദന മേഖലയിൽ. വ്യവസായിക വിപ്ലവത്തിൻ്റെ ആരംഭം ഏത് മേഖലയിലായിരുന്നു? തുണി ഉൽപ്പാദന മേഖലയിൽ. വ്യവസായിക വിപ്ലവത്തിൻ്റെ ഫലമായുണ്ടായ പ്രധാന മാറ്റങ്ങളേവ? ഉൽപ്പാദനം യന്ത്രാധിഷ്ഠിതമായി, മെച്ചപ്പെട്ട ഇരുമ്പുരുക്കു സാങ്കേതിക വിദ്യ വികസിച്ചു, മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെട്ടു, ഊർജ്ജ സ്രോതസ്സായി ആവി ഉപയോഗിച്ചു തുടങ്ങി, ഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിച്ചു, ഉൽപ്പാദനം കുടിലുകളിൽ നിന്ന് ഫാക്ടറികളിലേക്ക് മാറി. വ്യവസായിക വിപ്ലവത്തിൻ്റെ ഫലമായുണ്ടായ പ്രധാന മാറ്റങ്ങൾ ഏവ? ഉൽപ്പാദനം യന്ത്രാധിഷ്ഠിതമായി, മെച്ചപ്പെട്ട ഇരുമ്പുരുക്കു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു, മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെട്ടു, ഊർജ്ജ സ്രോതസ്സായി ആവി ഉപയോഗിച്ചു തുടങ്ങി, ഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിച്ചു, ഉൽപ്പാദനം കുടിലുകളിൽ നിന്ന് ഫാക്ടറികളിലേക്ക് മാറി. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമേത്? കാർഷിക വിപ്ലവം. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമേത്? കാർഷിക വിപ്ലവം. കാർഷിക വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം എന്തായിരുന്നു? ഭക്ഷ്യോൽപാദനത്തിൻ്റെ വർധനവ്. കാർഷിക വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം എന്തായിരുന്നു? ഭക്ഷ്യോൽപാദനത്തിലെ വർധനവ്. കാർഷിക വിപ്ലവം ഉണ്ടാക്കിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? എൻക്ലോഷർ മൂവ്മെൻറ്റ്, വിളമാറ്റ കൃഷിരീതി, പുതിയ കാർഷികോൽപ്പന്നങ്ങളുടെ ഉപയോഗം. കാർഷിക വിപ്ലവം ഉണ്ടാക്കിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? എൻക്ലോഷർ മൂവ്മെൻറ്റ്, വിളമാറ്റ കൃഷിരീതി, പുതിയ കാർഷികോപകരണങ്ങളുടെ ഉപയോഗം. ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയ കൃഷിയിടങ്ങളാക്കി വേലി കെട്ടി സംരക്ഷിച്ചത് എപ്രകാരം അറിയപ്പെടുന്നു? എൻക്ലോഷർ മൂവ്മെൻറ്റ്. ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയ കൃഷിയിടങ്ങളാക്കി വേലി കെട്ടി സംരക്ഷിച്ചത് എപ്രകാരം അറിയപ്പെടുന്നു? എൻക്ലോഷർ മൂവ്മെൻറ്റ്. വ്യവസായിക വിപ്ലവത്തെ തുടർന്ന് ഏത് നഗരത്തിലെ ചേരിയിലുണ്ടായ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് സെൻറ്റ് ഗിൽസ്? ലണ്ടൻ. ക്വസ്റ്റ്യൻ എന്താ? വ്യവസായിക വിപ്ലവത്തെ തുടർന്ന് ഏത് നഗരത്തിലെ ചേരിയിലുണ്ടായ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് സെൻറ്റ് ഗിൽസ്? ലണ്ടൻ. വ്യവസായിക മുതലാളിത്ത ചൂഷണത്തിനെതിരെ ഉയർന്നുവന്ന പ്രതിഷേധ ആശയങ്ങളിൽ സുപ്രധാനം ഏതായിരുന്നു? സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. വ്യവസായിക മുതലാളിത്ത ചൂഷണത്തിനെതിരെ ഉയർന്നുവന്ന പ്രതിഷേധ ആശയങ്ങളിൽ സുപ്രധാനം ഏതായിരുന്നു? സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപ്പാദനോപാധികളുടെ പൊതു ഉടമസ്ഥതയും ഏത് ആശയങ്ങളുടെ കേന്ദ്രബിന്ദുവാണ്? സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ. വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപ്പാദനോപാധികളുടെ പൊതു ഉടമസ്ഥതയും ഏത് ആശയങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ്? സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ.
ആദ്യകാലത്ത് ഒരു സങ്കല്പമോ സ്വപ്നമോ ആയിരുന്ന സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയത് ആരൊക്കെ ചേർന്നാണ്? കാൾ മാർക്സും ഫ്രെഡറിക് എഗൽസും. ആദ്യകാലത്ത് ഒരു സങ്കല്പമോ സ്വപ്നമോ ആയിരുന്ന സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയത് ആരൊക്കെ ചേർന്നാണ്? കാൾ മാർക്സും ഫ്രെഡറിക് എഗൽസും. ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റ് പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അധീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയ ഏത്? സാമ്രാജ്യത്വം. ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റ് പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അധീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയ ഏത്? സാമ്രാജ്യത്വം. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തോടുകൂടി വൻ സാമ്രാജ്യത്വ ശക്തികളായി മാറിയ യൂറോപ്യൻ രാജ്യങ്ങളേവ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തോടുകൂടി വൻ സാമ്രാജ്യത്വ ശക്തികളായി മാറിയ യൂറോപ്യൻ രാജ്യങ്ങളേവ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്. ഒന്നാം ലോകയുദ്ധം നടന്ന കാലയളവ് ഏത്? 1914 മുതൽ 1918 വരെ. ഒന്നാം ലോകയുദ്ധം നടന്ന കാലയളവ് ഏത്? 1914 മുതൽ 1918 വരെ. ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഏത് വ്യക്തി 1914 ജൂൺ 28-ന് സരാവോയിൽ വെച്ച് കൊല്ലപ്പെട്ടതായിരുന്നു? ഒന്നാം ലോകയുദ്ധത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം? ഫ്രാൻസിസ് ഫെർഡിനൻഡ്. ഓസ്ട്രിയൻ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഏത് വ്യക്തി 1914 ജൂൺ 28-ന് സാരയേവോയിൽ വെച്ച് കൊല്ലപ്പെട്ടതായിരുന്നു? ഒന്നാം ലോകയുദ്ധത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം? ഫ്രാൻസിസ് ഫെർഡിനൻഡ്. ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഏത് വ്യക്തി 1914 ജൂൺ 28-ന് സാരായേവോയിൽ വെച്ച് കൊല്ലപ്പെട്ടതായിരുന്നു? ഒന്നാം ലോകയുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം? ഫ്രാൻസിസ് ഫെർഡിനൻഡ്. ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഏത് വ്യക്തി 1914 ജൂൺ 28-ന് സാരായേവോയിൽ വെച്ച് കൊല്ലപ്പെട്ടതായിരുന്നു? ഒന്നാം ലോകയുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം? ഫ്രാൻസിസ് ഫെർഡിനൻഡ്. ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വധിച്ച സെർബിയൻ പൗരനാര്? ഗാവ്ലോ പ്രിൻസപ്പ്. ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വധിച്ച സെർബിയൻ പൗരനാര്? ഗാവ്ലോ പ്രിൻസപ്പ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം ഏതായിരുന്നു? ഒന്നാം ലോകയുദ്ധം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം ഏതായിരുന്നു? ഒന്നാം ലോകയുദ്ധം. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങൾ ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു? തുർക്കി. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രദേശങ്ങൾ ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു? തുർക്കി. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളിൽ കണ്ണുവെച്ച് ബർലിൻ ബഗ്ദാദ് റെയിൽവേ പാത ആസൂത്രണം ചെയ്ത രാജ്യം ഏത്? ജർമ്മനി. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളിൽ കണ്ണുവെച്ച് ബർലിൻ ബഗ്ദാദ് റെയിൽവേ പാത ആസൂത്രണം ചെയ്ത രാജ്യം ഏത്? ജർമ്മനി. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവു വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനം ഏത്? പാൻസ്ലാവ് പ്രസ്ഥാനം. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവു വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനം ഏത്? പാൻസ്ലാവ് പ്രസ്ഥാനം. പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏത്? സെർബിയ. പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏത്? സെർബിയ. പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിയ പ്രമുഖ രാജ്യം ഏത്? റഷ്യ. പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിയ പ്രമുഖ രാജ്യം ഏത്? റഷ്യ. പാൻ ജർമ്മൻ പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ നേതൃത്വത്തിലാണ്? ജർമ്മനിയുടെ. പാൻ ജർമ്മൻ പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ നേതൃത്വത്തിലാണ്? ജർമ്മനിയുടെ. മധ്യ യൂറോപ്പിലേക്കും ബാൽക്കൺ മേഖലയിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നത് ഏത് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമായിരുന്നു? പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലേക്കും ബാൽക്കൺ മേഖലയിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നത് ഏത് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമായിരുന്നു? പാൻ ജർമ്മൻ പ്രസ്ഥാനം. സ്വന്തം രാജ്യത്തോടുള്ള അമിതവും വൈകാരികവുമായ സ്നേഹവും അതിൻ്റെ മഹത്വവൽക്കരണവും ഏതു പേരിൽ അറിയപ്പെടുന്നു? തീവ്രദേശീയത. സ്വന്തം രാജ്യത്തോടുള്ള അമിതവും വൈകാരികവുമായ സ്നേഹവും അതിൻ്റെ മഹത്വവൽക്കരണവും ഏതു പേരിൽ അറിയപ്പെടുന്നു? തീവ്രദേശീയത. തീവ്രദേശീയത പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? പാൻസ്ലാവ്, പാൻ ജർമ്മൻ പ്രസ്ഥാനങ്ങൾ. തീവ്രദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? പാൻസ്ലാവ്, പാൻ ജർമ്മൻ പ്രസ്ഥാനങ്ങൾ. തീവ്രദേശീയത അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ജർമ്മനി, സെർബിയ. തീവ്രദേശീയത അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ജർമ്മനി, സെർബിയ. ഒന്നാം ലോകയുദ്ധത്തിന് മുന്നോടിയായി രൂപം നൽകിയ രണ്ട് പ്രധാന സൈനിക സഖ്യങ്ങൾ ഏതെല്ലാം? ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ഒന്നാം ലോകയുദ്ധത്തിന് മുന്നോടിയായി രൂപം നൽകിയ രണ്ട് പ്രധാന സൈനിക സഖ്യങ്ങൾ ഏതെല്ലാം? ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി.
ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിലെ രാജ്യങ്ങൾ ഏതെല്ലാം? ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. ത്രികക്ഷി സൗഹാർദ്ദത്തിലെ രാജ്യങ്ങൾ ഏതെല്ലാം? ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതെന്ന്? 1914 ജൂലൈ 28. ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്ന്? 1914 ജൂലൈ 28. ഒന്നാം ലോകയുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? ദശലക്ഷക്കണക്കിന് സൈനികർക്കും സാധാരണ ജനങ്ങൾക്കും ജീവഹാനി സംഭവിച്ചു. കാർഷിക വ്യവസായ മേഖലകൾ തകർന്നു. യൂറോപ്യൻ മേധാവിത്വത്തിൻ്റെ തകർച്ചയ്ക്ക് ആരംഭം കുറിച്ചു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപവൽക്കരണം. ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സമഗ്രാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങി. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? ദശലക്ഷക്കണക്കിന് സൈനികർക്കും സാധാരണ ജനങ്ങൾക്കും ജീവഹാനി സംഭവിച്ചു. കാർഷിക വ്യവസായ മേഖലകൾ തകർന്നു. യൂറോപ്യൻ മേധാവിത്വത്തിൻ്റെ തകർച്ചയ്ക്ക് ആരംഭം കുറിച്ചു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപവൽക്കരണം. ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സമഗ്രാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങി. ലോക സമാധാനം സംരക്ഷിക്കാനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനുമായി ഒരു അന്തർദേശീയ സംഘടന രൂപവൽക്കരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര്? വുഡ്രോ വിൽസൺ. ലോക സമാധാനം സംരക്ഷിക്കാനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനുമായി ഒരു അന്തർദേശീയ സംഘടന രൂപവൽക്കരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര്? വുഡ്രോ വിൽസൺ. ലോക സമാധാനവും സുരക്ഷയും സ്ഥാപിക്കുന്നതിനായി 1920 ജനുവരി 10 രൂപവൽക്കരിച്ച അന്തർദേശീയ സംഘടന ഏത്? സർവ്വരാജ്യ സഖ്യം. ലോക സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിനായി 1920 ജനുവരി 10 രൂപവൽക്കരിച്ച അന്തർദേശീയ സംഘടന ഏത്? സർവ്വരാജ്യ സഖ്യം. പോളണ്ടിലെ ഓഷ്വിറ്റ്സിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അതിജീവിച്ച ലിദിയ മാക്സിമോവിക്സിൻ്റെ ജീവിതകഥ ഏത്? എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ്. പോളണ്ടിലെ ഓഷ്വിറ്റ്സിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിനെ അതിജീവിച്ച ലിദിയ മാക്സിമോവിക്സിൻ്റെ ജീവിതകഥ ഏത്? എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ്. പൗരരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഭരണകൂടത്തിൻ്റെ അധികാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിയന്ത്രണം സ്ഥാപിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? സമഗ്രാധിപത്യം. പൗരരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഭരണകൂടത്തിൻ്റെ അധികാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിയന്ത്രണം സ്ഥാപിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? സമഗ്രാധിപത്യം. രാഷ്ട്രത്തെ അമിതമായി വാഴ്ത്തുകയും പൗരർ അവകാശങ്ങളില്ലാതെ രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കണമെന്ന് നിലപാടെടുക്കുകയും ചെയ്യുന്ന ആശയ സംഹിത ഏത്? സമഗ്രാധിപത്യം. രാഷ്ട്രത്തെ അമിതമായി വാഴ്ത്തുകയും പൗരർ അവകാശങ്ങളില്ലാതെ രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കണമെന്ന നിലപാടെടുക്കുകയും ചെയ്യുന്ന ആശയ സംഹിത ഏത്? സമഗ്രാധിപത്യം. സമഗ്രാധിപത്യ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ജനാധിപത്യത്തിൻ്റെ നിരാസം, സോഷ്യലിസത്തോടുള്ള വിയോജിപ്പ്, സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കൽ, തീവ്ര ദേശീയത, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, യുദ്ധത്തെയും അക്രമത്തെയും മഹത്വവൽക്കരിക്കൽ. സമഗ്രാധിപത്യ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ജനാധിപത്യത്തിൻ്റെ നിരാസം, സോഷ്യലിസത്തോടുള്ള വിയോജിപ്പ്, സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കൽ, തീവ്ര ദേശീയത, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, യുദ്ധത്തെയും അക്രമത്തെയും മഹത്വവൽക്കരിക്കൽ. ഒന്നാം ലോകയുദ്ധാനന്തരം സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വന്ന രാജ്യങ്ങളേവ? ഇറ്റലി, ജർമ്മനി. ഒന്നാം ലോകയുദ്ധാനന്തരം സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വന്ന രാജ്യങ്ങളേവ? ഇറ്റലി, ജർമ്മനി. ഫാസിസം എന്ന പദം രൂപം കൊണ്ടത് ഏത് ലത്തീൻ പദത്തിൽ നിന്നുമാണ്? ഫാസിസം എന്ന പദം രൂപം കൊണ്ടത് ഏത് ലത്തീൻ പദത്തിൽ നിന്നുമാണ്? ഫാസസ്. റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഏത് ചിഹ്നത്തെയാണ് ഫാസസ് എന്ന പദം അർത്ഥമാക്കുന്നത്? ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴവും. റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഏത് ചിഹ്നത്തെയാണ് ഫാസസ് എന്ന പദം അർത്ഥമാക്കുന്നത്? ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴവും. ഇറ്റലിയിൽ അധികാരത്തിൽ വന്ന സമഗ്രാധിപത്യ പ്രസ്ഥാനം ഏത്? ഫാസിസം. ഇറ്റലിയിൽ അധികാരത്തിൽ വന്ന സമഗ്രാധിപത്യ പ്രസ്ഥാനം ഏത്? ഫാസിസം. ഫാസിസത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ബെനിറ്റോ മുസോളിനി. ഫാസിസത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ബെനിറ്റോ മുസോളിനി. വ്യാവസായിക വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും. നേട്ടങ്ങൾ: ഫാക്ടറികളുടെ ഉദയം, ഉൽപ്പാദന വർധനവ്, പുതിയ തൊഴിലവസരങ്ങൾ, നഗരങ്ങളുടെ ഉദയവും വ്യാപനവും, നാഗരിക ജീവിതം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ. അപ്പോൾ നേട്ടങ്ങളായിട്ട് പറയുന്നത് നേട്ടങ്ങൾ: ഫാക്ടറിയുടെ ഉദയം, ഉൽപ്പാദന വർധനവ്, പുതിയ തൊഴിലവസരങ്ങൾ, നഗരങ്ങളുടെ ഉദയവും വ്യാപനവും, നാഗരിക ജീവിതം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ. കോട്ടങ്ങൾ: തൊഴിലാളികളെ ചൂഷണം ചെയ്യൽ, ദാരിദ്ര്യവും പകർച്ചവ്യാധികളും, സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയവും കുറഞ്ഞ വേതനവും, ചേരികളുടെ ഉദയം, തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങൾ, നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതം.
അപ്പോൾ കോട്ടങ്ങളായിട്ട് പറയുന്നത് തൊഴിലാളികളെ ചൂഷണം ചെയ്യൽ, ദാരിദ്ര്യവും പകർച്ചവ്യാധികളും, സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയവും കുറഞ്ഞ വേതനവും, ചേരികളുടെ ഉദയം, തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങൾ, നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതം. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. മാത്രമല്ല കമൻറ്റിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്